ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഫോൺ വിവോ X200. അപ്പോൾ വിവോ X200 സീരീസിൽ പ്രോ ഇറങ്ങിയിട്ടില്ല. നമ്മളെ കൈമ കിട്ടിയത് 200 ആണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചില ഫോൺസ് കാണുന്ന സമയത്ത് നമുക്ക് റിവ്യൂ എടുക്കണം എന്ന് തോന്നും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം തോന്നും അല്ലേ. അതുപോലെയാണ് ഞാനിപ്പം നമ്മുടെ ഓപ്പോ Find X എടുത്ത സമയത്ത് സെയിം ഫീൽ ആയിരുന്നു. നമുക്കതിനെപ്പറ്റി പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ വരും. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സ്പെക്കും കാര്യങ്ങളും അല്ല, പക്ഷേ ഇങ്ങനൊരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിന് എടുക്കുന്ന സമയത്ത് ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നമ്മൾ ഐഫോണും അതുപോലെ തന്നെ സാംസങ്ങിന്റെ പ്രീമിയം ഫോൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് നമ്മൾ പ്രീമിയം ഫോൺസിലേക്ക് പോകുന്നത്. സോ അതിൽ നമ്മൾ വിചാരിക്കുന്ന എക്സ്പെക്ടേഷൻസ് കിട്ടാതെയാവുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തന്നെ നമ്മളത് യൂസ് ആക്കേണ്ടി വരും അല്ലേ. ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അധികം റേറ്റ് ഇട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കും എന്തായാലും എടുത്തു, പ്രീമിയം ഫോണല്ലേ, കൊണ്ട് നടക്കാം എന്നുള്ള ലെവലിൽ കൊണ്ട് നടക്കുന്ന പലരും ഉണ്ട്, എടുത്തിട്ട് അബദ്ധമായവരും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലുള്ള ഫോൺസ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത്രയും പൈസ കൊടുത്ത് ഇതുപോലൊരു ഫോൺ, അതായത് ഈ പ്രീമിയം സെഗ്മെന്റുമായിട്ട് മത്സരിക്കുന്ന ചില ബ്രാൻഡുകളുള്ളൂ, പ്രത്യേകിച്ച് ക്യാമറ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇപ്പം വിവോയും ഓപ്പോയും എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ഫോൺസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ പ്രീമിയം ഫോൺസിനെ വെട്ടിക്കാൻ ഇവർക്ക് പറ്റുമോ? ഇനി അങ്ങനെ ഇവരെ വെട്ടിച്ച് നമ്മൾ ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആവോ എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഒരു ഫോൺ തന്നത് നമ്മുടെ മൈജി പൊറ്റമ്മൽ, കോഴിക്കോടുള്ള പൊറ്റമ്മലുള്ള മൈജി ഷോറൂമാണ് എനിക്ക് ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യാൻ തന്നത്. ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. അപ്പം ഇത് തന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ മൈജിയെ പൊക്കി പറയുന്നത്, അങ്ങനെ വിചാരിക്കരുത്. ഒറ്റമൽ മൈജിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓഫേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫ് എന്ന് പറയുന്നത് A to Z, അതായത് എല്ലാ സ്റ്റാഫ് ആയിക്കോട്ടെ, ഏത് ഫ്ലോറിലെ സ്റ്റാഫ് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പും അതിഗംഭീരമാണ്. സോ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഓഫേഴ്സ് ആണെങ്കിലും മികച്ച ഓഫേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴിക്കോടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈജി പൊറ്റമൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിവോ X200 സീരീസ്, ഈ ഒരു ഫോണിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ക്യാമറയേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഒരു ചെറിയ സ്ലൈറ്റ്ലി കേർവ് ഡിസ്പ്ലേ ആണ്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസ്പ്ലേ. എനിക്കത് ഓപ്പോ Find X8 എനിക്കത് കിട്ടിയിട്ടില്ല, കാരണം ബിക്കോസ് ഒരു ഫ്ലാറ്റ് ഡിസൈൻ ആണ് ഓപ്പോ Find X8 എന്നുള്ളത്, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. പക്ഷേ ഈ ഒരു ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ടെക്സ്ചർ, ക്യാമറ ബമ്പ് എല്ലാം ഒരു പ്രീമിയം സെഗ്മെന്റിന്റെ എന്താ പറയുക, നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഒരിക്കലും ഒട്ടും മോശമാവാത്ത രീതിയിൽ തന്നെയാണ് അവർ. കാരണം ഓപ്പോയുടെ ബ്രാൻഡ് ആണെങ്കിലും വിവോയുടെ ബ്രാൻഡ് ആണെന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഓപ്പോ വിവോ എന്നുള്ള ലെവൽ കൺസെപ്റ്റ് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അവരിൽ നിന്നും അല്ലെങ്കിൽ അവരെ പോലുള്ള ആൾക്കാർക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. കൈമ പിടിക്കുന്ന സമയത്ത് വിവോയുടെ ഇതേതാ ഫോൺ അല്ലെങ്കിൽ ഓപ്പോയുടെ ഇതേതാ ഫോൺ എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുന്ന രീതിയിലുള്ള ഡിസൈൻസും അതുപോലെ തന്നെ ബിൽഡുമാണ് ഇവർ ഈ ഒരു പ്രാവശ്യം ഇറക്കിയിരിക്കുന്നതാണെങ്കിൽ. പിന്നെ ഒരുപാടൊന്നും വലിച്ചു ഞാൻ നീട്ടുന്നില്ല. സെയിം പ്രോസസ്സറാണ് ഓപ്പോ Find X8 കാണുന്ന സെയിം പ്രോസസ്സർ, Dimensity 9400 പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്കറിയാം ഈ ഒരു സീരീസ് എല്ലാം ക്യാമറ സ്പീഡ് സീരീസ് ആണ്. അപ്പം ക്യാമറേന്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ കൊടുത്തേക്കാം. ക്യാമറ ക്വാളിറ്റി എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ സീരീസിൽ ഓസമാണ്. അതായത് X200 സീരീസ് ആയിക്കോട്ടെ, ഓപ്പോ Find X8 ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ എടുക്കുന്ന ഫോൺസിനേക്കാളൊക്കെ എത്രയോ ഫാർ അവേ ബെറ്റർ ആയിട്ട് ഇതിന്റെ ക്യാമറ ടെക്നോളജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഓപ്പോ Find X8 ആയിക്കോട്ടെ, ഈ ഒരു ഫോൺ ആയിക്കോട്ടെ. ഈ ഒരു ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താ അറിയോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേ കൂടാതെ ഇതിന്റെ ക്യാമറയാണ്. പക്ഷേ കമ്പയർ ടു X8 ആൻഡ് വിവോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് വിവോയുടെ ഓപ്പോയുടെ ക്യാമറയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. പക്ഷെ കുറച്ചും കൂടി ഒരു എന്താ പറയാ AI വെച്ച് കളിക്കുന്നതിനേക്കാൾ എത്രയോ കുറച്ചും കൂടി എനിക്ക് നാച്ചുറൽ ഫീൽ തോന്നുന്നത് ഓപ്പോ Find X8 എടുത്ത ഫോട്ടോസാണ്. ഇതിൽ അങ്ങനെയല്ല എന്നല്ല, പക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് വിവോയും കാഴ്ചവെച്ചിരിക്കുന്നത്. നല്ല ക്യാമറ ക്വാളിറ്റിയാണ്, ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. അത് ഞാൻ സാമ്പിൾസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. സാമ്പിൾസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. സൈഡിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓപ്പോ Find X8 എടുത്തതും അതുപോലെ തന്നെ വിവോയിൽ എടുത്തതും തമ്മിൽ നിങ്ങൾക്ക് അധികം ഒരു എന്താ പറയുക കമ്പാരിസൺ നടക്കുന്നതല്ല, പോസിബിൾ അല്ല. ഞാൻ പറയില്ലേ, സൂക്ഷ്മമായിട്ട് നോക്കിയാലാണ് നമുക്ക് കുറച്ചും കൂടി ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നൊരു ഫീൽ തോന്നാം. എനിക്ക് അങ്ങനെ തോന്നിയത് പേഴ്സണലി ഓപ്പോയുടെ X8 കണ്ടപ്പോഴാണ്. അതുപോലെ തന്നെ X8 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്, കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ ലെവലിൽ ഇറക്കിയതാണ് ഈ രണ്ട് മോഡൽസ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ X8 കുറിച്ച് പറയുന്നത്. ഈവൻ X8 നോക്കുകയാണെങ്കിൽ
ഈവൻ ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചാർജിങ് കപ്പാസിറ്റി, അതായത് ഏകദേശം നമ്മുടെ ഓപ്പോയിൽ വരുന്നത് 5630 mAh ബാറ്ററി ആണെങ്കിൽ വിവോയിൽ വരുമ്പോൾ ആ സമയത്ത് ഏകദേശം 5900 mAh ബാറ്ററിയിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ 6000, എസ്പെഷ്യലി 6000 എന്നാണ് പറയുന്നത്. സോ 6000 mAh കൺവേർട്ട് ചെയ്യും. സോ ആ ഒരു ബാറ്ററി സ്പേസിൽ കുറച്ചും കൂടി ലാർജർ ബാറ്ററിയാണ് നമ്മുടെ വിവോ X200 സീരീസിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അടുത്തത് കാണുകയാണെങ്കിൽ, അതായത് അടുത്ത സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ ചാർജിങ് സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാർ അവേ ബെറ്റർ ആണ് നമ്മുടെ വിവോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം 80 വാട്ടാണ് എക്സൈറ്റിൽ സപ്പോർട്ടഡ് എങ്കിൽ ഇതിൽ വരുമ്പോൾ 90 വാട്ട് സപ്പോർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10 വാട്ടിന്റെ ഡിഫറൻസ് ആണെങ്കിലും കുറച്ചും കൂടി ചാർജിങ് സ്പീഡ് നമ്മുടെ വിവോയിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാരണക്കാരൻ എന്ന ലെവലിൽ നോക്കുന്ന സമയത്ത്, അതായത് ഒരു ബിഗ് ബഡ്ജറ്റ് ഫോണിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരുടെയും കൺസെപ്റ്റ് ഞാൻ പറയില്ല, പ്രീമിയം ഫോൺസ് ആയ ഐഫോൺ, സാംസങ് അങ്ങനത്തെ ഫോണിലേക്കാണ് എല്ലാവരും കാഴ്ചയും പോകുക. S24 Ultra അല്ലെങ്കിൽ 16 Pro സീരീസ്, ഇതൊക്കെ ഏകദേശം 1 lakhന്റെ എബോവ് ശരിക്കും ഇപ്പം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ആ സമയത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫോൺ അല്ലെങ്കിൽ ഓപ്പോയുടെ എക്സെന്റ് ആയിക്കോട്ടെ, എനിക്ക് എപ്പോഴും ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു രീതിയിലുള്ള സ്പെക്കുകൾ ഇറക്കി, ക്യാമറക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്ത്, വീഡിയോക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ഇവർ ഇതുപോലുള്ള മോഡൽസ് ഇറക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പ്രീമിയം ഫോൺസ് കൺസിഡർ ചെയ്യാത്തതാണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തിങ്ക് ചെയ്യുന്നത്. കാരണം ഒരു രീതിയിലുള്ള ബേസിക് സീരീസ് പോലും കൊടുക്കാതെ ഇത്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത, ഈ രണ്ട് ഫോൺസിനും എനിക്ക് കണ്ടതിൽ IP68 ആൻഡ് IP69 വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു ഫോണിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 മീറ്ററോ 40 മീറ്ററോ വെള്ളത്തിനടിയിൽ ഇട്ടാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഫോണാണ്, റിസ്ക് എടുക്കരുത്. ഞാൻ എന്തായാലും വെള്ളത്തിലിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോണില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ യൂസ് ചെയ്തതിൽ ഞാൻ പറയില്ലേ, ഓപ്പോ എക്സൈറ്റഡ് എനിക്ക് ഇപ്പം ഏകദേശം ഒരു 5 days ആയി ഞാൻ യൂസ് ചെയ്യുന്നു. എനിക്ക് ഓവറോൾ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ക്യാമറ വൈസ് ആണെങ്കിലും എനിക്ക് ഒരു നെഗറ്റീവ് പറയാനില്ല എന്നുള്ളതാണ് ശരി. ഇപ്പം ഐഫോൺ ആയിക്കോട്ടെ, S24 ആയിക്കോട്ടെ, ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് എപ്പോഴും ഒരു എന്താ പറയാ കമ്പാരിസൺ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഫാർ അവേ ബെറ്റർ ഇതാണോ, കുറച്ചും കൂടി ഇതെന്താ ഇങ്ങനെ, ഇതെന്താ ഫോൺ ഇങ്ങനെ എന്നുള്ള കുറെ ചോദ്യങ്ങളും അതുപോലെ തന്നെ കുറെ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ എനിക്ക് രണ്ടിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോൺ യൂസ് ചെയ്ത സമയം ഇനി മേ ബി അറിയില്ല, പോകെ എന്താവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു 5 days ഒരു യൂസ് ചെയ്തതിന്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. പെർഫോമൻസ് ഓവറോൾ സൂപ്പറാണ്. അതുപോലെ തന്നെ ഇനി വിവോയുടെ ഈ ഒരു ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുക്കുന്നത് മുതലായിരിക്കും. നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചൂസ് ചെയ്യാം. ഓപ്പോ വേണമെങ്കിൽ ഓപ്പോ, അല്ലെങ്കിൽ വിവോ വേണമെങ്കിൽ വിവോ. രണ്ടും ഞാൻ പറയില്ല, എസ്പെഷ്യലി ഇഞ്ച് പോരാട്ടമാണ്. ക്യാമറ ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷേ ഈവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ഡിസ്പ്ലേ ഫീൽ ചെയ്യുന്നത് ഇതാണ്. വേറെ ഒന്നും കൊണ്ടുമല്ല, അതിന്റെ ഡിസ്പ്ലേ മോശമെന്നല്ല. ഓപ്പോ Find Xന്റെ ഒരു കേർവ്ഡ്, എനിക്ക് എസ്പെഷ്യലി ഈ കേർവ്ഡ് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് വിവോ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന്, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. എന്തായാലും എനിവേ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഫോൺ മാരകമാണ്, നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഫോൺ എടുക്കുന്ന സമയത്ത് പ്രീമിയം ഫോൺസ്, അതായത് ലക്ഷക്കണക്കിന് വില കൊടുത്ത് ഫോൺ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു 50-60 രൂപ റേഞ്ചിൽ ഇതുപോലുള്ളൊരു ഫോൺ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്നുള്ളത് കൂടി ചിന്തിച്ചിട്ട് വേണം ഇനി ഫോൺ എടുക്കാൻ പോവാൻ. അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.